ഇന്ന് IFPHന്റെ എല്ലാ ദിവസവും നടന്നു വരുന്ന അന്തർദേശീയ സൂം വെബിനാറിന്റെ മലയാള സെക്ഷൻ 2017 ദിവസമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു നിമിഷം ഈശ്വരനെ ധ്യാനിക്കാം. ഇന്നത്തെ നമ്മുടെ അതിഥി ഡോക്ടർ ജെയിംസ് പോൾ സാറാണ്. അദ്ദേഹം റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ ആയിരുന്നു. 44 വർഷത്തെ ചികിത്സാനുഭവവും രോഗനിർണയത്തിൽ അഗ്രഗണ്യനുമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അദ്ദേഹം ക്ലാസ് എടുക്കുന്നത് കരൾ രോഗങ്ങളും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിലാണ്. അദ്ദേഹത്തെ ക്ലാസ് എടുക്കാനായിട്ട് എല്ലാവരുടെയും സമ്മതത്തോടെ ക്ഷണിക്കുന്നു. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാം സാർ. അൺമ്യൂട്ട് ചെയ്തോളൂ. സാറിന്റെ മുഖം കുറച്ചുകൂടെ വ്യക്തതയായിട്ട് ഇരിക്കണേ സാർ. പറഞ്ഞോളൂ സാർ. അൺമ്യൂട്ടായി. കേൾക്കാം. കാണാം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം കരൾ രോഗങ്ങളും ഹോമിയോപ്പതിയും. ഇതിനു മുമ്പും ഇവിടെ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എത്ര എടുത്താലും തീരാത്ത കടൽ പോലെ വരുന്നതാണ് കരളിനെ സംബന്ധിച്ചുള്ള രോഗങ്ങൾ. ഈ ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് അവർ സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ അവരുടെ പഠന കാലഘട്ടത്തിൽ സിംഹഭാഗവും പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കരൾ രോഗത്തെക്കുറിച്ചാണ്. കാരണം അത്ര വ്യാപ്തിയും പരപ്പുമുള്ള രോഗങ്ങളാണ് കരളിനെ സംബന്ധിച്ച് പഠിക്കാനുള്ളത്. ഇന്നും പൂർണ്ണമായിട്ട് കരളിൻ്റെ സവിശേഷതകളും അതിൻ്റെ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഇന്നും കണ്ടെത്തിയിട്ടില്ല. റിസർച്ച് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, നമ്മൾ സാധാരണ കരൾ രോഗം കയറുന്ന ഹെപ്പറ്റൈറ്റിസ്, അതല്ലെങ്കിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്, ഹെപ്പറ്റോമഗളി, ഇതിനപ്പുറം ഒരു വേഴ്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല. സാധാരണ ഒരു ഗ്രാജുവേറ്റ് ലെവലിനെ സംബന്ധിച്ചിടത്തോളം അത്രേ ഉള്ളൂ. പക്ഷേ നമ്മൾ കൂടുതൽ പഠിക്കുമ്പോഴാണ് ഈ കരൾ രോഗങ്ങളെ സംബന്ധിച്ച് ഹോമിയോപ്പതിക്കുള്ള സാധ്യത നമുക്ക് ബോധ്യപ്പെടുന്നു. കാരണം ഈവൻ സാധാരണ ഒരു വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിൽ പോലും ധൈര്യമായിട്ട് ഒരു ഹോമിയോപ്പതിക്കാരനെ ഏറ്റെടുക്കാം. അതേപോലെ തന്നെ ഓട്ടോമിൻ ഡിസീസ് ആണെങ്കിലും ഓട്ടോസോമൽ ഡിസീസ് ആണെങ്കിലും ഹെറിറ്ററി വിഭാഗത്തിലുള്ള രോഗങ്ങളാണെങ്കിലും അതിനെല്ലാം ഏറ്റവും ഉതകുന്നത് ഹോമിയോപ്പതി തന്നെയാണ്. കാരണം പല രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം മോഡേൺ മെഡിസിൻ ടെക്സ്റ്റ് ബുക്സിൽ അവർ പറയുന്നത് സ്റ്റീറോയിഡ് കൊടുക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിംറ്റമറ്റോളജി അനുസരിച്ച് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതല്ലാതെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു മരുന്നോ ശാശ്വത പരിഹാരമോ പറയുന്നില്ല. അപ്പോൾ അവിടെയും ഹോമിയോപ്പതിക്കാരനാണ് സ്കോപ്പ്. അതാണ് ഞാൻ ഊന്നി പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ആഴത്തിൽ ലിവറിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പഠിക്കുക. കാരണം ഇന്ന് ലിവർ രോഗങ്ങൾ കൂടിക്കൂടി വരികയാണ്. നമുക്ക് എന്നും കേൾക്കാം, പൈസ ഇല്ലാത്തതുകൊണ്ട് ലിവർ മാറ്റിവെക്കാൻ പറ്റുന്നില്ല, അയാൾ മരണത്തിലേക്ക് കാലം നീട്ടിയിരിക്കുന്നു, എല്ലാവരും സഹായിക്കണമെന്ന് പറഞ്ഞ് മിക്കവാറും പേപ്പറുകൾ കാണാം ദിനപത്രങ്ങളിൽ. അത് അല്ലാതെ മറ്റ് മീഡിയ വഴിയും ഇങ്ങനെ ഈ അഭ്യർത്ഥന കേൾക്കുന്നുണ്ട്. അതായത് ഏതെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടി. അത്രയധികം ലിവർ രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിന് ട്രാൻസ്പ്ലാന്റേഷൻ ആണെങ്കിലും അതിന് 1 കോടി രൂപയോളം വരും. അത് കഴിഞ്ഞിട്ടും പിന്നീട് അത് ശരീരം അതിനെ പുറന്തള്ളാതിരിക്കാനായിട്ടുള്ള മരുന്നുകൾ വർഷങ്ങളോളം കഴിക്കണം. അത് കഴിഞ്ഞാലും പിന്നെ മെഡിസിൻ തുടർന്നുകൊണ്ടിരിക്കണം. അത്ര ചെലവേറിയ ഒന്നാണ് ട്രാൻസ്പ്ലാന്റേഷനും അതിനെ തുടർന്നുള്ള ചികിത്സകളും. അപ്പം അവിടെയൊക്കെ നിസ്സാരമായിട്ട് തന്നെ നമുക്ക് ഹോമിയോപ്പതിക്കാർക്ക് മനസ്സുണ്ടെങ്കിൽ ചികിത്സിക്കാവുന്നതാണ്. കാരണം കുറച്ച് രോഗങ്ങൾ ഈ അടുത്ത് തന്നെ നമ്മുടെ ഈ ഫ്ലോറിൽ നിന്നുള്ള ഡോക്ടർ എനിക്കൊരു ലിവർ കേസ് റെഫർ ചെയ്തിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 6 മാസമാകുന്നു. ആ ഒരു ലേഡി ലെക്ചറാണ്. അവരിപ്പം നല്ല സുഖത്തിലാണ്. അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു, നിവർന്ന് നിൽക്കാൻ പാടില്ല, കുനിക്കാൻ പാടില്ല, ചരി കിടക്കാൻ പാടില്ലാത്ത അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. ഹെപ്പറ്റോ മകളി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ലംപ് വിത്തിൻ ദ ലിവർ, അതായിരുന്നു കണ്ടീഷൻ. പക്ഷേ അവർ ഇന്ന് വന്നിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. വളരെ വളരെ സുഖമാണ്. അവർ PhD ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. PhD എടുക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. അപ്പം അവർ വളരെ ഹാപ്പിയാണ്.
അതുപോലെ ഉള്ള രോഗങ്ങൾ നമുക്ക് ചികിത്സിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. നമുക്ക് ഏറ്റവും സ്കോപ്പുള്ള ഒന്നാണ്. കാരണം മറ്റ് ചികിത്സാ രീതികൾ കൈവിട്ടാൽ പോലും നമുക്ക് സ്കോപ്പുള്ള ഇതാണ് പല ലിവർ രോഗങ്ങളും. ഏതായാലും ആ വിധത്തിലേക്ക് നമുക്ക് ഒന്ന് എത്തി നോക്കാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു ഗ്ലാൻഡാണ് ലിവർ. ഏതാണ്ട് 1500 ഗ്രാം ആണ് അതിൻ്റെ തൂക്കം. അതേപോലെ തന്നെ ഒരു മിനിറ്റിൽ ഏതാണ്ട് 1500 മില്ലി ബ്ലഡ് കയറി ഇറങ്ങുന്നുണ്ട്. ഇപ്പം 2 വിധത്തിലുള്ള സർക്കുലേഷൻ ഉണ്ട്. അത് നമുക്കറിയാം. ലിവറിലേക്കുള്ള സർക്കുലേഷൻ, പിന്നെ പോർട്ടൽ സർക്കുലേഷൻ. 2 സർക്കുലേഷൻ ഉള്ളത് നമുക്കറിയാം. അതെല്ലാം ഞാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ ഹാർട്ടിലെ ഒരു മിനിറ്റിൽ 200 ml 150 മുതൽ 200 ml ബ്ലഡാണ് ഒരു മിനിറ്റിൽ കയറി ഇറങ്ങുന്നത് ഹാർട്ട് മസിൽസിലേക്ക്. ആ സമയത്ത് ലിവറിൽ അതിൻ്റെ എല്ലാ സെല്ലുകളിലും കൂടി കയറി ഇറങ്ങുന്നത് 1500 ml ബ്ലഡാണ് പെർ മിനിറ്റ്. അപ്പോൾ അതിൻ്റെ ജോലിഭാരം ഏകദേശം ഒന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പം അതിൻ്റെ ഫങ്ഷൻസ് നമ്മൾ ഫിസിയോളജി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, എങ്കിലും ഒന്ന് ഓർത്തു പോകാൻ വേണ്ടി. ഒന്ന് ബയലിൻ്റെ ഉൽപ്പാദനമാണ്. ബയലും ബയൽ സാൾട്ടും ഉൽപ്പാദിക്കുന്നുണ്ട്. അപ്പം അതെന്തിനാണ് ബയൽ? അത് ഒരു ഡൈജസ്റ്റീവ് ഏജൻ്റാണ്. പിന്നെ പ്രത്യേകിച്ച് ഫാറ്റ് അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ഫാറ്റ് സൊലുബിളായിട്ടുള്ള വൈറ്റമിൻസ് എ, ഇ, ഡി, കെ അതിനെല്ലാം അബ്സോർവ് ചെയ്യാനും അതിൻ്റെ സംയുക്തങ്ങൾ വേർതിരിച്ചെടുക്കാനൊക്കെ ആയിട്ട് ബയലും ബയൽ സോൾട്ടും ആവശ്യമാണ്. പിന്നെ ഡൈജസ്റ്റീവ് ജ്യൂസസ്. അപ്പം അത് ലിവറിൽ മാത്രമല്ല, പാങ്ക്രിയാസിൽ ഉണ്ടാകുന്നുണ്ട്, ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്നുണ്ട് ഈ ഡൈജസ്റ്റീവ് ജ്യൂസസ്. അത് നമുക്കറിയാം. അപ്പം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഡൈജസ്റ്റീവ് ജ്യൂസസ്. അതും ലിവറിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ദെൻ ബിലിറൂബിൻ. ഇപ്പം ബിലിറൂബിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ പ്രായപൂർത്തിയായ റെഡ് സെൽസ്, അതായത് സെനസെന്റ് റെഡ് സെൽസിനെ അത് ഡീജനറേറ്റ് ചെയ്ത്, അതല്ലെങ്കിൽ അതിനെ ഖണ്ഡിച്ച് ഭേദിച്ച് അതിൽ നിന്ന് വേർതിരിച്ച് എടുക്കുകയാണ് ബിലിറൂബിൻ. അപ്പോൾ ആവശ്യമായ മറ്റ് ഘടകങ്ങൾ റീഅബ്സോർവ് ചെയ്യുകയും ചെയ്യും, വേണ്ടാത്തത് എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യും. ആ പ്രവൃത്തിയാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് മാത്രമല്ല, ബോൺ മാരോയിലും കിഡ്നിയിലെല്ലാം ഈ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻസ്, ലാർജ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻസ് കരളിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നമുക്കറിയാം എസൻഷ്യൽ അമിനോ ആസിഡ്സും മറ്റ് നോൺ എസൻഷ്യൽ ആയിട്ടുള്ള 14 അമിനോ ആസിഡ്സ് ഉണ്ട്, എസൻഷ്യൽ ആയിട്ട് 9 അമിനോ ആസിഡ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിക്കുന്ന ആ പ്രോട്ടീൻ, അതിൽ നിന്നാണ് ഈ എസൻഷ്യൽ അമിനോ ആസിഡ്സ് വേർതിരിച്ചെടുക്കുന്നത്. അതേസമയത്ത് നോൺ എസൻഷ്യൽ അമിനോ ആസിഡ്സ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫ്ലൂയിഡും മറ്റു സാധനങ്ങളെല്ലാം ചേർത്ത് ലിവർ ഈ അമിനോ ആസിഡ്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പക്ഷേ എസൻഷ്യൽ അമിനോ ആസിഡ്സ് ഇൻപുട്ട് വേണം. അതായത് ഭക്ഷണത്തിൽ കൂടുതൽ ചെല്ലുന്ന ആ പ്രോട്ടീനിൽ നിന്ന് മാത്രമേ ഇത് വേർതിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. സാധാരണഗതിയിൽ ഒരു 10 മുതൽ 15 ഗ്രാം വരെ പ്രോട്ടീൻ ലിവർ പെർ ഡേ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഏതാണ്ട് 10 ഗ്രാമോളം പ്രോട്ടീൻ നമ്മുടെ ഉള്ളിൽ ചെല്ലണം, അല്ലെങ്കിൽ പ്രോട്ടീൻ ഉൾക്കൊള്ളുന്ന ഭക്ഷണം നമ്മൾ കഴിക്കണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മെറ്റബോളിസം, പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, അതും നടക്കുന്ന ലിവറിൽ തന്നെയാണ്. എൻഡ് പ്രോഡക്റ്റ് നമുക്കറിയാം, കാർബോഹൈഡ്രേറ്റിൻ്റെ എൻഡ് പ്രോഡക്റ്റ് പോളിസാക്കറൈഡ്സ് ആണ്. അത് മെറ്റബോളൈസ് ചെയ്ത് മോണോസാക്കറൈഡ്സ് ആക്കുന്ന ധർമ്മം നടക്കുന്നത് ലിവറിലാണ്. ഈ മോണോസാക്കറൈഡ്സ് മാത്രമാണ് സെല്ലിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ സെല്ലിലെ മൈറ്റോകോൺഡ്രിയ ഉപയോഗിച്ച് എനർജി ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പം അതിൻ്റെ ഇന്ധനമാണ് നമുക്കറിയാമല്ലോ മോണോസാക്കറൈഡ്സ്.
അപ്പോൾ ആ മെറ്റബോളിസത്തിന് എറർ സംഭവിച്ചു കഴിഞ്ഞാൽ എനർജി ഉൽപാദനം നിന്ന് പോകും. അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് ക്ഷീണവും തളർച്ചയും എല്ലാം ഉണ്ടാകുന്നത്. ദെൻ ഫാറ്റ് മെറ്റബോളിസം. ഫാറ്റ് മെറ്റബോളിസ് ചെയ്താണ് പല തരം കൊളസ്ട്രോളുകൾ ഉണ്ടാക്കുന്നത്. നമുക്കറിയാം ടോട്ടൽ കൊളസ്ട്രോൾ ഉണ്ട്, അതിൻ്റെ മറ്റ് ലിപ്പിഡ്സ് എല്ലാം ഉണ്ട്. ഇത് കൂടാതെ വളരെ റയറായിട്ടുള്ള ചില കൊളസ്ട്രോളുകളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ D6 ഹൈഡ്രോ കൊളസ്ട്രോൾ, ഒരു പ്രത്യേകതരം കൊളസ്ട്രോളാണ്. അതാണ് ഈ അൾട്രാവയലറ്റിൻ്റെ സഹായത്തോടു കൂടി കാൽസിഫറോൾ എന്ന D3 ആയിട്ട് മാറുന്നത്. അപ്പോൾ ആ രീതിയിൽ പല സവിശേഷമായിട്ടുള്ള കൊളസ്ട്രോളുകളും ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതിനെല്ലാം കാരണം ലിവറിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ദെൻ സ്റ്റീറോയിഡ് ബ്രേക്ക് ഡൗൺ. പലതരത്തിലുള്ള സ്റ്റീറോയിഡ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്, പല ഘട്ടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്, ഹോർമോൺസുകൾ ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം കൂടുതൽ ബ്ലഡ് സ്ട്രീമിലൂടെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. അപ്പം ഈ ഇവിടെ വരുമ്പോൾ അത് പിടിച്ചു നിർത്തി അതിനെ വിഘടിപ്പിക്കും. ആ ധർമ്മവും ഏറ്റെടുക്കുന്നത് ലിവറാണ്. കൊളസ്ട്രോൾ അല്ലെ കോർട്ടിസോൾ ബ്ലഡിലൂടെ ബ്ലഡ് സ്ട്രീമിലൂടെ ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതുപോലെ പോർഫൈറിൻ ലിവറിലാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ നിർമ്മാണവും ലിവറിലാണ്. അതൊരു കളറിങ് പിഗ്മെൻ്റ് ആണ്. അത് റെഡ് ബ്ലഡ് സെൽസിൻ്റെ ആ കളർ കൊടുക്കാൻ. അതേപോലെ തന്നെ ക്ലോറോഫില്ലും ഇത് അടങ്ങിയിട്ടുണ്ട്, പോർഫൈറിൻ. അതിൻ്റെ ഉൽപാദനവും ലിവറിലാണ്. അതേപോലെ തന്നെ പല പദാർത്ഥങ്ങളും ലിവർ സ്റ്റോർ ചെയ്യുന്നു. അതൊന്നാണ് കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൈക്കോജനായിട്ട് മാറ്റി ലിവർ സ്റ്റോർ ചെയ്യും. അത്യാവശ്യ സമയത്ത് അത് റിലീസ് ചെയ്യും. അപ്പോൾ അതിന് സഹായിക്കുന്ന മറ്റൊന്നുണ്ട്, ഗ്ലൂക്കോസ് 6 ഫോസ്ഫറ്റേസ്. അത് ആ പർട്ടിക്കുലർ വ്യക്തിയിൽ അത് ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ ഹൈപ്പോഗ്ലൈസേമിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ എപ്പോഴെപ്പോഴും ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ മിഠായിയോ എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചിലരിങ്ങനെ ഗ്ലൂക്കോസ് തിന്നുകൊണ്ടിരിക്കും. അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. പിന്നീട് അത് സെർബറൽ പ്രോബ്ലംസ്, ബ്രെയിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം സഫീഷ്യൻ്റ് ആയിട്ട് ഈ പദാർത്ഥം ഇല്ലാതെ വരും, ചിലർക്ക് അത് തീരെ ഇല്ലാതെ വരും. അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ അയൺ, അതുപോലെ തന്നെ B12, ഫോളിക് ആസിഡ്, ഇതെല്ലാം ലിവറിൽ ഏതാണ്ട് 3 വർഷം വരെ സൂക്ഷിച്ചു അത്യാവശ്യ ഘടകങ്ങളിൽ. ഫോളിക് ആസിഡ് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴയിലയിലാണ് ആൾക്കാർ കൂടുതലും ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ തന്നെ പുട്ടൊക്കെയാണ് വാഴയില ഇട്ട് അതിനകത്തായിരിക്കും പുട്ട് ഉണ്ടാക്കുന്നത്, പിന്നെ അട ഉണ്ടാക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെയെല്ലാം ഫോളിയ മീൻസ് ലീഫ് എന്നാണ്. ഈ വാഴയിൽ ഭക്ഷണം പ്രത്യേകിച്ച് ചോറ് വീഴുമ്പോൾ കുറേ ഈ ഫോളിക് ആസിഡ് അതിൽ അബ്സോർവ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇപ്പോൾ അതില്ലാത്തത് കൊണ്ട് ലിവർ തന്നെ സ്വയം അത് ഏറ്റെടുക്കുകയാണ്, കുറച്ചിത് സ്റ്റോർ ചെയ്ത് വെക്കും. തീരെ ഇല്ലാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ദെൻ എത്രയാണ് ഇതിൻ്റെ ഫങ്ഷൻ? ദെൻ ഡിസീസ് ഓഫ് ദി കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഡിസ് മെറ്റബോളിസം ഓർ ഡെഫിഷ്യൻറ്റ് മെറ്റബോളിസം ഓർ ഡിസോർഡേർഡ് മെറ്റബോളിസം. അതിലൊന്നാണ് ഡയബറ്റിക് മെലിറ്റസ്. അത് ഒരു സെക്ഷൻ ഈ ഡയബറ്റിക് മെലിറ്റസിനെ സംബന്ധിച്ച് പല ക്ലാസ്സുകളും എടുത്തിട്ടുണ്ട്. ഒരു ക്ലാസ് ഞാനും എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത്
അങ്ങ് ഒഴിവാക്കുന്നു. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞാണ് ഗ്ലൈക്കോജനസിസ്. ഇപ്പം ഗ്ലൈക്കോജനസിസ് സഫീഷ്യൻ്റ് അല്ലെങ്കിലാണ് ഹൈപ്പോഗ്ലൈസേമിയ വരുന്നതും ഈ ഇടയ്ക്കിടയ്ക്ക് ചോക്ലേറ്റോ മുട്ടായിയോ തിന്നേണ്ടി വരുന്നതും. അപ്പം അതിനെ സഹായിക്കുന്നതാണ് G6 ഫോസ്ഫറ്റേസ്. അതൊരു സബ്സ്റ്റൻസ്. ശരീരത്തിൽ പല സബ്സ്റ്റൻസ് ഉണ്ട്. അത് പലപ്പോഴും ഇങ്ങനെ ഒരു എൻസൈമായിട്ടോ മെസ്സഞ്ചറായിട്ടോ ഹോർമോണായിട്ടോ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ തൈറോയിഡിൻ്റെ ഞാൻ പറഞ്ഞിരുന്നു. TSHനേക്കാൾ ലോങ് ആക്ടിങ്ങും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിനെ കുറിച്ച് നമ്മൾ പരാമർശിച്ചിരുന്നു. Then അമലോയിഡ് ഡിസീസ്. ഈ അമലോയിഡ് എന്ന് പറയുന്ന സാധനം പ്രോട്ടീനും ഒരു ചെറിയ പാർട്ട് കാർബോഹൈഡ്രേറ്റും ചേരുന്നതാണ്. അതാണ് അമലോയിഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്, അമലോയിഡോസിസ്. അപ്പം അത് പലപ്പോഴും കരളിനെ മൊത്തം ആവരണം ചെയ്യുന്നു, ചിലപ്പോൾ കിഡ്നി ആവരണം ചെയ്യുന്നു, പാങ്ക്രിയാസിനെ ആവരണം ചെയ്യുന്നു, ചെറിയ ബ്ലഡ് വെസൽസിനെ ആവരണം ചെയ്യുന്നു. അങ്ങനെയാണ് അത് പ്രശ്നമുണ്ടാക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ആവരണം ചെയ്യുന്നതുകൊണ്ട് ലിവർ സ്മൂത്ത് ആയിരിക്കും, സർഫസ് വളരെ സ്മൂത്ത് ആവും. സാധാരണ ഉള്ളതിൽ കൂടുതൽ അത് സ്മൂത്ത് ആവും. അതിൻ്റെ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ ഡയഗ്നോസിസ് ബൈ നീഡിൽ ബയോപ്സി. ദെൻ ഫോർ പൈരാസിസ്, ഫോർ പൈറിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ സന്ദർഭത്തിൽ, അതേപോലെ തന്നെ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ഫോർ പൈരിയാസിസ് എന്ന് പറയുന്നത്. അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് അക്യൂട്ട് ഇന്റർമിറ്റന്റ്. ഒരു അക്യൂട്ട് അബ്ഡോമൽ പെയിൻ, നൊസിയ, വോമിറ്റിംഗ്, കുറെ മെന്റൽ ഡിസ്ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവും. സാധാരണഗതിയിൽ ഒരു നോമിനൽ അഫേസിയ, ആബ്സെന്റ് മൈൻഡഡ്നെസ്, ഇതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്. ദെൻ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം. ദെൻ രണ്ടാമത്തത് ഫോർ പൈരിയാസിസ് കുട്ടേന ടാട. അത് സ്കിൻ സിംറ്റംസ് ആണ് കൂടുതൽ കാണിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, അതൊരു പിഗ്മെൻ്റ് ആണ്. അപ്പം റാഷസും ഉണ്ടാവും, സ്കിന്നിൽ ഡിസ്കളറേഷൻ ഉണ്ടാവും, ജനറലൈസ് ആയിട്ടുള്ള ഡിസ്കളറേഷനും ഉണ്ടാകും. സിംറ്റംസ് മെയിനായിട്ട് കാണിക്കുന്ന സ്കിന്നിലാണ്. റാഷസും. ഞാൻ ഇന്നൊരു ബോധവൽക്കരണ ക്ലാസ് എടുത്തിരുന്നു. പൊതുജനത്തിനെ ബോധവൽക്കരിക്കാനായിട്ട് 2-3 മണിക്കൂർ സംസാരിക്കേണ്ടി വന്നു. അതിൻ്റെതായിട്ടുള്ള ഒരു ത്രോട്ട് പ്രോബ്ലം ഉണ്ട്. Then lipoid storage disease. Lipoid storage disease. അതിൽ ഒന്ന് ഗാച്ചസ് ഡിസീസ് ഓർ ഗാച്ചസ് സിൻഡ്രോം എന്ന് പറയുന്നുണ്ട്. അത് കൂടുതലും കാണിക്കുന്ന ചില റേസിലാണ്. ഫോർ എക്സാമ്പിൾ ജൂതന്മാരിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെയും സിംറ്റംസ് ലിവറിനെ ബാധിക്കുന്നത് കൊണ്ട് ടയർസം അല്ലെങ്കിൽ ടയർഡ്നെസ്, നൊസിയ, വോമിറ്റിംഗ്, ആ വക ലക്ഷണങ്ങൾ എല്ലാം തന്നെ ഉണ്ടാവും. പിന്നെ യെല്ലോ പിഗ്മെന്റേഷൻ ഓൾ ഓവർ ദ സ്കിൻ. അവിടെ റെറ്റിക്കുലാർ ബോഡീസും ഇൻവോൾവ് ആകുന്നുണ്ട്. റെറ്റിക്കുലം
അല്ല റെറ്റിക്കുലം സെൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ലിംഫ് അതല്ലെങ്കിൽ ലിംഫ് നോഡ്സിനെ ആവരണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സ്പ്ലീനിനെ ആവരണം ചെയ്യുന്ന പ്രൊട്ടക്ഷന് വേണ്ടി. അത് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. പക്ഷെ ഇത് എക്സസൈസിലൂടെ ഉൽപ്പാദിപ്പിക്കുകയും കൂടുതൽ ഇത് ഇങ്ങനെ ആവരണം ഉണ്ടാക്കുകയും ചെയ്യും, ഒരു ക്യാപ്സുലേഷൻ പോലെ. ആ ഒരു അവസ്ഥയ്ക്കാണിത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഫിബ്രിലറി സെൽസ് ആയിരിക്കും. അതിൻ്റെ ഈ സൈറ്റോപ്ലാസം ആ ഓരോ സെൽസിലും ഫിബ്രിലറി ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഫൈബ്രസ് ടിഷ്യൂ. കഴിഞ്ഞ ക്ലാസ്സിൽ തൈറോയിഡ്, പ്രത്യേകിച്ച് ഹാഷിമോട്ടോസ് തൈറോയിഡ് അവിടെ സംഭവിക്കുന്നത് ഈ പാരൻകൈമ ഓഫ് ദി തൈറോയിഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ ലിംഫോസൈറ്റ്സ്. അതേപോലെ തന്നെ വുഡ് തൈറോയിഡൈറ്റിസ് അതും പറഞ്ഞിരുന്നു. അവിടെ സംഭവിക്കുന്നത് ഈ പാരൻകൈമ ഓഫ് ദി തൈറോയിഡ് റീപ്ലേസ്ഡ് ബൈ ഫൈബ്രസ് ടിഷ്യൂ. അതേപോലെ തന്നെ ഇവിടെ ഫിബ്രിലറി സൈറ്റോപ്ലാസമാണ് ഇവിടെ സെല്ലുകളിൽ ഉണ്ടാകുന്നത്, ഹെപ്പാറ്റിക് സെൽസിൽ രൂപപ്പെടുന്നു. ഓക്കെ, ബോധ്യപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ മറ്റൊന്നത് നീമാൻ പിക് സിൻഡ്രോം ഓർ പിക് ഡിസീസ്. കൂടുതലും അത് ഇൻഫൻസിനെയാണ് ബാധിക്കുന്നത്. അത് വളരെ റെയറായിട്ടുള്ള രോഗമാണ്. സാധാരണഗതിയിൽ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ സ്പാൻ ഓഫ് ലൈഫ് ഏതാണ്ട് 2 വയസ്സ് വരെ ഉണ്ടാവുകയുള്ളൂ. അപ്പം അതിനെപ്പറ്റി കൂടുതൽ വിശദീകരണം വേണ്ടെന്ന് വിചാരിക്കണം. കാരണം വളരെ ടഫായിട്ടുള്ള ഒരു രോഗവും ഡിസീസുമാണ്. ദെൻ ഹെപ്പാറ്റിക് ഗ്രാനുലോമ. ഇവിടെ സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല, സെൻട്രൽ ലോബിൽ 1 or 2 ലോബ് അതിൻ്റെ സെൻട്രൽ പാർട്സ് നെക്രോസ്ഡ് ആകുന്നു. ആ സെൽസ് എല്ലാം ഡെഡായി നെക്രോട്ടിക് ആയിട്ടുള്ള ഒരു ടിഷ്യൂ അവിടെ ഫോം ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അത് നമ്മൾ ബയോപ്സി ചെയ്യുമ്പോൾ ഇതിന് ഈ ഗ്രാനോമ ഫോം ചെയ്യാനായിട്ട് ഒരു കാരണമല്ല, പല കാരണങ്ങളുണ്ടാകും. അതിൽ ഒന്ന് സാർക്കോയിഡോസിസ്, ദെൻ ട്യൂബർകുലോസിസ്, ബ്രൂസലോസിസ്, സിഫിലിസ്. ഇത്ര ഈ ഇൻഫെക്ഷൻ കൊണ്ടും ഇത് സംഭവിക്കാം. ഇത് കൂടാതെ ടോക്സിക് ഇഫക്റ്റ് കൊണ്ടും ഇത് സംഭവിക്കാം. ഇത് വളരെ ഈ ഇൻഫെക്ഷൻസ് കൂടുതൽ ആക്റ്റീവ് അല്ല, ഇൻസീരിയസ് ആണെങ്കിൽ പലപ്പോഴും നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കാണിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ ലിവർ ഫങ്ഷനെ ഇത് ഇന്റർഫിയർ ചെയ്യുന്നില്ല. എക്സെപ്റ്റ് ഈ നേരത്തെ പറഞ്ഞ സാർക്കോയിഡോസിസ് ആണെങ്കിൽ അത് പ്രശ്നങ്ങളുണ്ടാകും. അത് ലിവർ സീറോസിസിലേക്കോ അതല്ലെങ്കിൽ പോർട്ടൽ ഹൈപ്പർ ടെൻഷനിലേക്ക് മാറും. പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ വന്നാൽ നമുക്കറിയാലോ, അത് കിഡ്നിയെ ബാധിക്കാം, ഹാർട്ടിനെ ബാധിക്കാം. ദെൻ അൾസറേറ്റീവ് കൊളൈറ്റിസ്. ഇപ്പോൾ അൾസറേറ്റീവ് കൊളൈറ്റിസ് ഒരു കാരണം ഈ ഇപ്പോൾ നമ്മൾ പരാമർശിച്ച ഗ്രാനോമ കൊണ്ടുണ്ടാകാം. ലിവർ സീറോസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അൾസറേറ്റീവ് കൊളൈറ്റിസ് ഉണ്ടാകാം. അതുപോലെ തന്നെ ഈസോഫാഗസിൽ വേരിക്കോസ് പ്രത്യക്ഷപ്പെടാം. അത് നേരെ തിരിച്ചും സംഭവിക്കാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൾസറേറ്റീവ് കൊളൈറ്റിസ് ഉണ്ടായെങ്കിൽ അത് ഫാറ്റി ലിവർ ഉണ്ടാകാം. അതിൻ്റെ ഗ്രേഡ് കൂടി 3 കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സീറോസിലേക്ക് മാറും. അപ്പം ഫാറ്റി ലിവർ ഐ മീൻ സീറോസിസ് കൊണ്ട് അൾസറേറ്റീവ് കൊളൈറ്റിസ് ഉണ്ടാകാം. അൾസറേറ്റീവ് കൊളൈറ്റിസ് പിന്നീട് സീറോസിസിലേക്കും നയിക്കാം. ദെൻ ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ നമ്മൾ സാധാരണ ഈ സ്കാൻ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ഗ്രേഡ് 1, 2, 3 എന്നൊക്കെ നമുക്ക് കിട്ടും. ഏതായാലും 3 കഴിഞ്ഞാൽ അടുത്ത ഇത്
സിറോസിസ് ആയിരിക്കും. അപ്പോൾ അതുണ്ടാകാൻ കാരണം ഇതൊന്ന് ഒബേസിറ്റി ആകാം, ഡയബറ്റിസ് ആകാം, മാൽന്യൂട്രീഷൻ ആകാം. ഇത്രയും കാരണങ്ങൾ കൊണ്ട് ഫാറ്റി ലിവർ. പിന്നെ മറ്റൊന്ന് സഡൻഡറി ലൈഫ്, ആക്റ്റീവായിട്ട് ഫിസിക്കൽ എക്സസൈഷൻ ഒന്നും ഇല്ലാത്ത സാഹചര്യങ്ങളിലും ഇത് രൂപപ്പെടുന്നുണ്ട്. അപ്പം അത്യാവശ്യം നമ്മൾ നേരത്തെ ഈ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച് കഴിഞ്ഞപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ബാലൻസ് ഡയറ്റ്, റെഗുലർ എക്സസൈസ്, അഡിക്വേറ്റ് റെസ്റ്റ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഇത് 4 ഇല്ലെങ്കിൽ ആരോഗ്യ പരിപാലനം ഇല്ല, ആരോഗ്യവും ഇല്ല. അപ്പം ഈ സഡൻഡറി ആയിട്ടുള്ള ജോലി ചെയ്യുന്നവർ, ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ഫിസിക്കൽ എക്സസൈസിനുള്ള മറ്റേതെങ്കിലും ഗെയിമിൽ ഏർപ്പെടണം. അത് മസ്റ്റാണ്. അത് ഇല്ലാത്തവർക്കാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്, ഫാറ്റി ലിവർ രൂപപ്പെടുന്നത്. ഇന്ന് ഏതാണ്ട് ഏത് ഒരു സ്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 70% ഫാറ്റി ലിവർ ഗ്രേഡ് 1 കാണിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ മൈൽഡ് ഫാറ്റി ലിവർ. ഇത് കാണിക്കാത്ത ഒരു സ്കാനും പ്രത്യേകിച്ച് അബ്ഡോമിനൽ സ്കാൻ കാണുന്നില്ല. അത് ഏതാണ്ട് 18 വയസ്സുള്ള പിള്ളേർക്ക് മാത്രം. സാധാരണ വിചാരിക്കുന്ന ആൽക്കഹോൾ ഒക്കെ ഉള്ളിൽ ചെലുത്തിയിട്ടാണ് ഇതുണ്ടാകുന്നത്. അങ്ങനെയൊന്നുമില്ല, അല്ലാതെയും ഇപ്പോൾ ഇത് കാണുന്നുണ്ട്. ദെൻ ലിവർ ഇൻ പ്രഗ്നൻസി. പ്രഗ്നൻസിയിലും ചില ഇത് സംഭവിക്കാം. പ്രത്യേകിച്ച് ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്നമാവും. അതുകൊണ്ട് പണ്ട് കാലത്തൊക്കെ ഈ ഗർഭിണികളെ വളരെ സൂക്ഷിച്ചാണ്. 2 or 3 റൂം മാത്രമുള്ള ചെറിയ വീടുകളാണെങ്കിൽ പോലും കാറ്റും വെളിച്ചമുള്ള ഒരു വീട് ഗർഭിണികൾക്ക് കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് വയറ്റിക്കണ്ണി എന്നാണ്. അപ്പോൾ വയറ്റിക്കണ്ണി പ്രത്യേകം അവർക്ക് ഒരു റൂം സൂക്ഷിക്കും. പിന്നെ പുറത്തുള്ള അധികം കോണ്ടാക്ട് ഉണ്ടാകില്ല. മാത്രമല്ല വീട്ടിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും അവരെ അറിയിക്കാറില്ല. എപ്പോഴും മാനസികമായിട്ട് ഉല്ലാസം നിലനിർത്താൻ അല്ലെങ്കിൽ സമാധാനം നിലനിർത്താനുള്ള ഒരു സാഹചര്യം വീട്ടുകാരെല്ലാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഇന്നതെല്ലാം മാറി. ഈ ന്യൂക്ലിയസ് ഫാമിലി ആയതോടുകൂടി സകല ഭാരവും വന്ന് വീഴുന്നത് വീട്ടമ്മയുടെ തലയ്ക്ക് മുകളിലായതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അനുഭവിക്കുന്നത് വീട്ടമ്മയാണല്ലോ, എടുത്തു പറയുന്നത്. ഏതായാലും ഈ പ്രഗ്നൻസിയുടെ കാലത്ത് പ്രത്യേകിച്ച് 3rd ട്രിമിസ്റ്ററിൽ ഒരു ജോണ്ടിസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് വളരെ വിരളമായിട്ട്. പക്ഷെ അത് അതിൻ്റെ കാരണം എന്തെന്ന് ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇവിടെയും ഒരു സബ്സ്റ്റൻസ് അതിന് കാരണമായേക്കാം. എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹോർമോണായിട്ടോ അതല്ലെങ്കിൽ മെസഞ്ചറായിട്ടോ എൻസൈമായിട്ടോ ഒക്കെ പ്രവർത്തിക്കുന്ന സാധനമാണ്. അപ്പം അത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു? ഏതായാലും ഈ 3rd ട്രിമിസ്റ്റർ ആകുമ്പോഴാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത്. ഒരു മൈൽഡ് ജോണ്ടിസ്, ഒരു ചെറിയ ഇച്ചിങ് അല്ലാതെ മറ്റ് ലക്ഷണങ്ങളൊന്നും ഉണ്ടാകുകയില്ല. പക്ഷെ അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് ചോദിച്ചാൽ സബ്സിക്വൻറ്റ് പ്രഗ്നൻസിയിൽ ഇത് ഡെവലപ്പ് ചെയ്യാനും ഈ ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ്, ഒരു വൈറൽ ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ അത് ഈ സീറോസിലേക്കും ഹെപ്പാറ്റിക് കോമയിലേക്കും ഡെത്തിലേക്കും നയിക്കാൻ സാധിക്കും. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ചെറിയ ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ അത് സ്ട്രെച്ച് ചെയ്യുന്നതിൻ്റെ ആയിരിക്കും. പലരും അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാനോ അതല്ലെങ്കിൽ അതിന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനോ ആരും മുതിർന്ന് കാണുന്നില്ല. ഇപ്പൊ പിന്നെ സബ്സിക്വന്റ് പ്രഗ്നൻസി എന്ന് പറയാനില്ല, 1 അല്ലെങ്കിൽ 2 നിർത്തുന്നതുകൊണ്ട് ആ പ്രശ്നം വരുന്നില്ല. ദെൻ ജോണ്ടിസ്, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്. ഏറ്റവും പ്രശ്നമുള്ളത് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ആണ്. അറിയാലോ, ഒബ്സ്ട്രക്ഷൻ സംഭവിക്കുന്നത് ബയൽ ഡക്റ്റിൽ ഒന്നല്ലെങ്കിൽ സ്റ്റോൺ, കോളിലിത്തിയാസിസ്, അതല്ലെങ്കിൽ ട്യൂമർ അറ്റ് ദ ഹെഡ് ഓഫ് ദ പാൻക്രിയാസ്. ഈ 2 സാഹചര്യങ്ങളിലാണ് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ നമുക്കറിയാവുന്നതാണ്. 20 mg/100 ml ഓഫ് ബ്ലഡിൽ കൂടുതൽ കയറിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ബ്രെയിനിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കർണിക് ട്രസ് എന്നുള്ള ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പം അത് മോഡേൺ മെഡിസിനെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് സർജറിയാണ്. ആൻഡ് ഡയഗ്നോസിസ്, സാധാരണ ടെസ്റ്റ് LFT നടത്തുമ്പോൾ
ആൽക്കലൈൻ ഫോസ്ഫേറ്റ് വളരെ കൂടി നിൽക്കും. അതുപോലെ തന്നെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഹിസ്റ്ററി, നേരത്തെ പ്രീവിയസ് എന്തെങ്കിലും മെഡിസിൻസ് അതല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ, ഹെപ്പാറ്റോ ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻസ് ഉപയോഗിച്ചിട്ടുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. ദെൻ ലിവർ സെൽ ജോണ്ടിസ്. അത് വൈറൽ ഇൻഫെക്ഷൻ ആണ്. സാധാരണ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത്. അപ്പം അതും നിയന്ത്രിച്ചില്ലെങ്കിൽ, ശരിയായിട്ടുള്ള ചികിത്സ ചെയ്തില്ല എങ്കിൽ നമുക്കറിയാം അത് പോർട്ടൽ ഹൈപ്പർടെൻഷൻ, സിറോസിസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കും തുടർന്ന് ഡെത്തിലേക്ക് നീങ്ങാവുന്നതാണ്. അതൊരു സിമ്പിൾ എങ്കിലും ലീതൽ ആണ്. സിംറ്റംസ്: അക്യൂട്ട് ലിവർ ഡിസ്ഫങ്ഷൻ, hepatosplenomegaly, then spider nevi, palmar erythema, gynecomastia. അറിയാലോ, അവിടെ ഹോർമോണൽ ഇൻബാലൻസ് വരുന്നതുകൊണ്ടാണ് ഗൈനക്കോമസ്റ്റിയ ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ ക്ലബിംഗ് ഓഫ് ഫിംഗേഴ്സ്. ദെൻ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അത് നിയന്ത്രിക്കാൻ വിധേയമായില്ലെങ്കിൽ ഹെപ്പാറ്റിക് എൻകഫലൈറ്റിസ് അല്ലെങ്കിൽ എൻകഫലോപ്പതി ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഹെപ്പാറ്റിക് എൻകഫലോപ്പതി ആദ്യം വെറും കൺഫ്യൂഷൻ ആയിരിക്കും, പിന്നീട് അത് ഹെപ്പാറ്റിക് കോമയിലേക്ക് നീങ്ങും. ഡയഗ്നോസിസ്: LFT, റേസ്ഡ് ബിലിറൂബിൻ റേസ്ഡ് ആയിരിക്കും. ആൽക്കലൈൻ ഫോസ്ഫേറ്റ് റേസ്ഡ്. ദെൻ ബീറ്റ ആൻഡ് ഗാമ ഗ്ലോബുലിൻ റേസ്ഡ്. അതുപോലെ കൺഫേമറി ടെസ്റ്റാണ് ഈ ട്രാൻസ് അമലേസ്, അത് റേസ്ഡ് ആയിരിക്കും. ട്രീറ്റ്മെൻറ്റ് മോഡേൺ മെഡിസിൻ ബുക്കുകളെല്ലാം പറയുന്ന സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയും ഹോമിയോപ്പതിക്കാണ് സ്കോപ്പ്. ദെൻ ഹീമോലൈറ്റിക് ജോണ്ടിസ്. അറിയാലോ, പേരിൽ തന്നെ എന്താണ് കാരണമുണ്ട്, ഹീമോലൈറ്റിക്. ദാറ്റ് മീൻസ് ഹീമോലൈസിസ് ഇസ് ദ കോസ്. സിംറ്റം: അതും തുടങ്ങുന്ന മൈൽഡ് ഇച്ചിങ്, but urine does not contain bile or bile pigment or salt. But there is excess of urobilinogen, urine dark. LFT may be normal. Diagnosis: peripheral smear, monocytes raised, and presence of reticulum cells സാന്നിധ്യം പെരിഫറൽ സ്മിയറിൽ കാണാം. ട്രീറ്റ്മെന്റ്: ഒള്ളി കോർട്ടിസോൺ. മറ്റൊരു മെഡിസിൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, കോർട്ടിസോൺ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. പിന്നെ അവൻ്റെ മൂൺ ഫേസ് ആകട്ടെ, മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ, ഡയബറ്റീസ് ഉണ്ടാകാം, ഒത്തിരി പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ, കോർട്ടിസോൺ ഉള്ളിൽ കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അതല്ലാതെ വേറെ നിവൃത്തിയില്ല. ഞാൻ അതുകൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് അവിടെയും ഹോമിയോപ്പതിക്കാണ് സ്കോപ്പ്.
Then conjugated hyperbilirubinemia. Etiology, inherited. ഇവിടെ സംഭവിക്കുന്നത് മെറ്റബോളിസം ഓഫ് bilirubin is defective. Symptoms, icterus or itching may be there. Intermittent, ഒരാഴ്ച ചൊറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലത്തേക്ക് ഒരു ഇടവേള ഉണ്ടാവും, ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും അത് പ്രത്യക്ഷപ്പെടാം. ബട്ട് നോ എവിഡൻസ് ഓഫ് ഹീമോലൈസിസ്, അതിൻ്റെ പ്രത്യേകത. ഈ ജോണ്ടിസിൻ്റെ മറ്റ് ലക്ഷണങ്ങളെല്ലാം കാണിക്കും. അനോറക്സിയ ഉണ്ടാവും, ടയർഡ്നെസ് ഉണ്ടാകാം, ഫറ്റീഗ് ഉണ്ടാകാം. മറ്റെവിടെ ഒരു ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ സ്ട്രക്ചറൽ ചേഞ്ചസ് ഒരു സെല്ലിലും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഹോമിയോപ്പതിക്കാർക്ക്, ഈ തുടക്കക്കാർക്ക് പോലും ഏറ്റെടുത്ത് ചികിത്സിക്കാവുന്ന ഒരു കേസാണ്. Unconjugated hyperbilirubinemia or Gilles disease എന്നും പറയാറുണ്ട്. എറ്റിയോളജി, വേരിയസ് ബയോകെമിക്കൽ എന്ന് പറഞ്ഞാൽ ചില ടോക്സിൻസ്, ബയോകെമിക്കൽസ് ഇതെല്ലാം ഉള്ളിൽ ചെന്നുകൊണ്ടോ ഏതെങ്കിലും വിധത്തിൽ ഉള്ളിലായതുകൊണ്ടോ അത് ഏതെങ്കിലും തരത്തിൽ ഇൻഹേൽ ചെയ്തോ പിന്നെ ഇൻജസ്റ്റ് ചെയ്തോ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്നതാണ്. അതിൻ്റെ കാരണം അങ്ങനെയൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പല ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് ഇത് പല ടോക്സിൻസും, അതായത് ഹെപ്പറ്റോടോക്സിക് ആയിട്ടുള്ള ടോക്സിൻസ് ഉള്ളിൽ ചെല്ലാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. സിംറ്റംസ്, icterus, there is itching because of there is icteric symptoms, but no bile in the urine, and there is no evidence of severe hemolysis. Certain chemicals, certain drugs, contraceptive pills, ഇതെല്ലാം ഇതിന് കാരണമാകുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, അതാകാം എന്ന് മാത്രമേ ബുക്സുകളിൽ പറയുന്നുള്ളൂ. ഏതെങ്കിലും ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളോ ഡ്രഗ്സോ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഇതിനെ ബാധിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ്, അവിടെ ഹെപ്പാറ്റിക് എൻകഫലോപ്പതി ഉണ്ടെങ്കിൽ മോഡേൺ മെഡിസിൻ ഉദ്ദേശിക്കുന്ന ഫിനോബാർബിറ്റോൺ, സ്ലീപ്പിംഗ് പിൽസ് എന്ന് പറഞ്ഞാൽ ഇതിനെ കുറച്ച് സോഫ്റ്റ് ആക്കുക അല്ലെങ്കിൽ സപ്രസ് ചെയ്യുക, അത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. വേറെ മെഡിസിനൊന്നുമില്ല, വേറെ ട്രീറ്റ്മെൻറ്റും ഇല്ല. അവിടെയും ഹോമിയോപ്പതിക്ക് സ്കോപ്പുണ്ട്. ദെൻ കോൺജുഗേറ്റഡ് ഹൈപ്പർബിലിറൂബിനേമിയ, 2 ടൈപ്പ് ഉണ്ട്. ടൈപ്പ് 1 പിഗ്മെൻ്റൽ ടൈപ്പ്. ഇവിടെ പിഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഡാർക്കാണ്, അതായത് മെലാലിൻ പിഗ്മെൻ്റ് ആണ് ഇവിടെ രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ബ്ലാക്ക് ലിവർ ജോണ്ടിസ് എന്നാണ് പറയുന്നത്. ബ്ലാക്ക് ലിവർ ജോണ്ടിസ്. അതിൻ്റെ ഡയഗ്നോസിസ് ഫൈൻ നീഡിൽ ബയോപ്സി. ടൈപ്പ് 2 അവിടെ only raised alkaline phosphate, വേറെ മറ്റ് സിംറ്റംസ് ഒന്നും കാണുന്നില്ല. അതിൻ്റെ ഡയഗ്നോസ്
ദർ ഈസ് ഹൈപ്പർ ബിലിറൂബിൻ. ബിലിറൂബിൻ അവിടെ കൂടുതൽ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് എക്സെപ്ഷൻ ഓഫ് നാജർ സിൻഡ്രോം അല്ലെങ്കിൽ നാജർ ഗ്രിഗ്ലർ സിൻഡ്രോം, അത് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ കുറച്ച് അഗ്രസീവായിട്ടുള്ള ഒരു ടൈപ്പാണ്. അതിൻ്റെ പ്രസൻസ് ഇവിടെ ഇല്ല എങ്കിൽ അതിന് ചികിത്സയില്ലാതെ തന്നെ ആ രോഗി അയാളുടെ ലൈഫ് സ്പാൻ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു സിംറ്റം വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. അവിടെ വളരെ അഗ്രസീവായിട്ട്, അതായത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബിലിറൂബിൻ റേറ്റ് ബ്ലഡിൽ കൂടും. ബ്ലഡ് സീറത്തിൽ ബിലിറൂബിൻ്റെ റേറ്റ് വളരെ കൂടും. ആ കണ്ടീഷനാണ് നേരത്തെ പറഞ്ഞ ക്രിഗ്ലർ സിംറ്റം. അതില്ല എങ്കിൽ ഇയാളുടെ ആ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ലൈഫ് സ്പാൻ അയാൾക്ക് എത്ര വയസ്സാണോ നിശ്ചയിച്ചിരിക്കുന്നത് അത്രയും കാലം കൊണ്ടുപോകും. അൺലെസ് ഇതിങ്ങനെയാണ് പ്രശ്നം, ഏതെങ്കിലും സർജറി ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ട്രീറ്റ്മെൻറ്റ് നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകാനുള്ള സാധ്യത, രോഗശമനം ഉണ്ടാകുന്നില്ല. അപ്പം പ്രത്യേകിച്ച് ഈ സിൻഡ്രോം ഇല്ല എങ്കിൽ ചികിത്സിക്കാതിരിക്കുന്നതാണ് ബെസ്റ്റ് എന്നാണ് ബുക്സിലെല്ലാം പറയുന്നത്. Then hepatitis. ഒത്തിരി ഏജൻസ്, ന്യൂമറസ് ഏജൻസ് ആർ ദെയർ ഫോർ മേക്കിംഗ് ഹെപ്പറ്റൈറ്റിസ്. ഒന്ന് ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ്. അതും കാരണം വൈറസ് തന്നെയായിരിക്കാം. മോസ്റ്റ്ലി വൈറസ് ഇസ് ദ കോസ്. നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ പാത്തോളജി ലിവർ യൂഷ്വലി എൻലാർജ്ഡ്, ഡാമേജ് ടു ലിവർ സെൽസ് ആൻഡ് എക്സുഡേറ്റ് മേ ഉണ്ടാകാം. ഇപ്പം ആസ്പിറേറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് അത് കിട്ടുന്നത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ലിംഫോസൈറ്റ്സിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അതേപോലെ തന്നെ മോണോന്യൂക്ലിയസിൻ്റെ ആ സെൽസിൻ്റെ സാന്നിധ്യവും ഉണ്ടാകാം. അതിൻ്റെ പ്രത്യേകത പാത്തോളജി അതാണ്. അതിൻ്റെ സിംറ്റംസ് അനോറക്സിയ, നോസിയ, വൊമിറ്റിംഗ്, അബ്ഡോൺ പെയിൻ, ഡിസ്റ്റൻഷൻ. സാധാരണ ജോണ്ടിസിൽ നമ്മൾ കാണുന്നതല്ല. അതേപോലെ തന്നെ സന്ധിവേദന ഉണ്ടാവും, ആർത്തറാൾജിയ, ജോയിന്റ് പെയിൻസ്. ഡയഗ്നോസിസ് LFT, റൈസ്ഡ് ബിലിറൂബിൻ ആൻഡ് ബീറ്റ ആൻഡ് ഗാമ ഗ്ലോബിൻ. കോംപ്ലിക്കേഷൻസ്. നേരത്തെ അറിയാം ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസിൻ്റെ കോംപ്ലിക്കേഷൻ. അതിൻ്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഈ ബിലിയറി വസൽസ് അത് ഡീജനറേറ്റ് ചെയ്തു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഒബ്സ്ട്രക്ഷൻ ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഡീജനറേഷൻ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഒബ്സ്ട്രക്ഷന് സാധ്യതയുണ്ട്. ഒബ്സ്ട്രക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ് ആണ് ഒരു കോംപ്ലിക്കേഷൻ 1. രണ്ടാമത്തത് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിക് നെക്രോസിസ്. നേരത്തെ പറഞ്ഞു ഹെപ്പറ്റോമയിൽ സെൻട്രൽ ലോബിൽ നെക്രോസിസ് ഫോം ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ അക്യൂട്ട് നെക്രോസിസ്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ്. ദെൻ സീറോസിസ് ഡെവലപ്പ് ചെയ്യാം. നമ്മൾ പറഞ്ഞ ഈ ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണ് ഈ പറയുന്നത്. അതിലെ മൂന്നാമത്തതാണ് ഈ സീറോസിസ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇത് കൂടാതെ തന്നെ നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത് ഈ ഹെപ്പറ്റൈറ്റിസ് സീറോസിസ് ഡെവലപ്പ് ചെയ്യാം. അത് കൂടാതെ തന്നെ 8 or 9 തരത്തിലുള്ള സീറോസിസുകളുണ്ട്. നമ്മൾ ആകെ സാധാരണ സീറോസിസ് ഓഫ് ലിവർ എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പം അതിന് ഒന്ന് ആൽക്കഹോളിക്, അത് നമുക്ക് കേട്ടിട്ടുണ്ട്. പിന്നെ നോൺ ആൽക്കഹോളിക്, അതല്ലെങ്കിൽ ഓട്ടോഇമ്യൂൺ ഡിസീസ്,
അങ്ങനെ ഒരു ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ സിറോസിസ് ഡെവലപ്പ് ചെയ്യാം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് കൂടാതെ ഫാറ്റി ലിവറും അതിൻ്റെ 3rd സ്റ്റേജ് കഴിഞ്ഞാൽ സിറോസിസിലേക്ക് പ്രവേശിക്കും. ഇത്രയും കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അപ്പം ഇത് കൂടാതെ തന്നെ നേരത്തെ പറഞ്ഞ ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി which leads to cirrhosis. Then biliary cirrhosis. Then genetic. Then iron ഡിപ്പോസിറ്റ് ലിവറിൽ കൂടി ഉണ്ടാകുന്ന ഒരു സിറോസിസ് ഉണ്ട്. ഹീമോക്രോമിക്. മറ്റൊന്നത് വിൽസൺസ് ഡിസീസ്, അതായത് കോപ്പർ കൂടുതൽ ഡിപ്പോസിറ്റ് ചെയ്ത് ഉണ്ടാകുന്ന ഒരു സിറോസിസ്. അതുകൂടാതെ തന്നെ ആൽഫ 1 ആന്റിപൈറിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന സിറോസിസ്. ദെൻ കാർഡിയക് സിറോസിസ്, അതായത് ക്രോണിക് കഞ്ചക്റ്റീവ് ഫെയിലിയർ CCF, ആ സാഹചര്യത്തിലും സിറോസിസ് ഡെവലപ്പ് ചെയ്യാം. പിന്നെ മറ്റൊന്നത് ലിപ്പോയിഡ് സിറോസിസ് അല്ലെങ്കിൽ ജുവനൈൽ സിറോസിസ്. അപ്പോൾ ഇത്രയും തരത്തിലുള്ള സിറോസിസ് കൂടെയുണ്ട്. അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് വരുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് ഏത് വിധത്തിൽ ബയോകെമിക്കൽ അല്ലെങ്കിൽ ടോക്സിക് അല്ലെങ്കിൽ ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിധത്തിലുള്ള സിറോസിസ് കൂടെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അതിൻ്റെ സ്ട്രക്ചർ ലിവറിൻ്റെ ഒന്ന് മൈക്രോ നോഡുലാർ, ചെറിയ 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 നോഡുൾസ് ഡെവലപ്പ് ചെയ്തിട്ടാണ് അതിങ്ങനെ രൂപപ്പെടുന്നത്. പോളിസിസ്റ്റിക് അത് കൂടുതലും കാണുന്നത് മാക്രോയിലാണ്. മാക്രോ നോഡുലാറിൽ അത് പോളിസിസ്റ്റിക് രൂപത്തിൽ ലിവർ രൂപപ്പെടും. പിന്നെ മൂന്നാമത്തത് മിക്സഡ് ആണ്. ഇത് രണ്ടും മൈക്രോ ആൻഡ് മാക്രോ നോഡ്യൂൾസ് ഉള്ള സിറോസിസും. പിന്നെ സിറോസിന് പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നും പറയാനില്ല. കോംപ്ലിക്കേഷൻ അവിടെ സംഭവിക്കുന്നത് ഹെപ്പാറ്റിക് സെൽ ഫെയിലിയർ, പിന്നെ ഹെപ്പാറ്റിക് എൻകഫലോപ്പതി. സിറോസിസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ അസൈറ്റീസ് ഉണ്ടാവും, അതുപോലെ ഇതിൻ്റെ പ്രശ്നങ്ങളും ഡെവലപ്പ് ചെയ്യും. ആദ്യം കൺഫ്യൂഷൻ ആയിരിക്കും, പിന്നെ ഹെപ്പാറ്റിക് കോമ ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ഹെപ്പാറ്റിക് എൻകഫലോപ്പതി. ദെൻ മെറ്റബോളിക് കോൺസിക്വൻസ് നമുക്കറിയാമല്ലോ. നേരത്തെ പറഞ്ഞ കുറേ ഫങ്ഷൻസ് ഉണ്ട്, ലിവർ ഫങ്ഷൻസ്, അതെല്ലാം നിലച്ചു പോകും. അപ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാകുന്നത്. Then aplastic anemia. ഇത് സംഭവിക്കുന്നത് മിക്കവാറും ഇതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ടാണ്. അത് എസ്പെഷ്യലി വൈറൽ ഹെപ്പറ്റൈറ്റിസ്, അതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് സംഭവിക്കുന്നതാണ് അപ്ലാസ്റ്റിക് അനീമിയ. Then post-hepatic syndrome, post-hepatitis syndrome, that is correct. അവിടെ extreme tiredness, nausea, vomiting, anorexia. അപ്പം ഈ പറയുന്നതൊന്നും ഈ ജോണ്ടിസ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇല്ലാത്തതാണ്. ജോണ്ടിസ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം അത് ക്യൂറായി എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ കരുതിയിരിക്കുമ്പോൾ അതിന് ശേഷം ഡെവലപ്പ് ചെയ്യുന്ന സംഗതികളാണ് നീണ്ടു നിൽക്കുന്നത്. അതായത് ക്ഷീണം, നീണ്ടു നിൽക്കുന്ന ക്ഷീണം, ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ നീണ്ടു നിൽക്കുന്ന ക്ഷീണം. അപ്പോൾ അവിടെ എപ്പോഴും LFT നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. LFT കറക്റ്റായെങ്കിൽ മാത്രമേ ചികിത്സ നിർത്താവൂ. അതാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ദെൻ സീറം ഹെപ്പറ്റൈറ്റിസ്, നമ്മൾ നേരത്തെ പറഞ്ഞ B and C ആണ് സീറം ഹെപ്പറ്റൈറ്റിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത്
ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ബോഡി ഫ്ലൂയിഡാണ്. അല്ലെങ്കിൽ സലൈവ, ബ്ലഡ്, സെമൻ ആൻഡ് വജനൽ ഫ്ലൂയിഡ്. അങ്ങനെ ബോഡി ഫ്ലൂയിഡ് വഴിയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. മറ്റ് സാധാരണ ജോണ്ടിസ് പോലെയൊക്കെ തന്നെയാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ പലപ്പോഴും ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 6 weeks to 6 months ആണ്. അങ്ങനെ 6 months ആയത് ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയാൽ പോലും കുറേ കാലത്തേക്ക് തിരിച്ചറിയാൻ പറ്റാത്ത. ഇപ്പം നേരത്തെ പറഞ്ഞ ആ സിംറ്റം, അതായത് പ്രത്യേകിച്ച് ടയർഡ്നെസ്, ഫറ്റീഗ്, ഇതെല്ലാം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുമ്പോഴാണ് കൂടുതൽ ടെസ്റ്റുകളിലേക്ക് പോകുന്നതും ഇത് കണ്ടെത്തുന്നത്. കണ്ടെത്തിയാൽ പോലും തന്നെ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചികിത്സ മോഡേൺ മെഡിസിനിൽ പറയുന്നില്ല. അവിടെയും സിംറ്റമാറ്റിക് ആയിട്ടുള്ള ചികിത്സ മാത്രമേ പറയുന്നുള്ളൂ. അവിടെയും ഹോമിയോപ്പതിക്ക് വളരെ സാധ്യതകൾ കൂടുതലായിട്ടാണ് കാണുന്നത്. അപ്പോൾ മോഡേൺ മെഡിസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രൊട്ടക്ഷൻ ഹ്യൂമൻ ഇമ്മ്യൂണോ ഗ്ലോബുലിൻ അതെടുക്കുക എന്നുള്ളതാണ്. ഇഞ്ചക്റ്റബിൾ ആയിട്ട് എടുക്കുക എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ പറയുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ വൈറസ്, ബിയും സിയുടെയും വൈറസ്, അത് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാതെ വർഷങ്ങളോളം സർക്കുലേഷനിൽ ഇങ്ങനെ തുടർന്ന് പോകാം. അനുകൂല സാഹചര്യത്തിലായിരിക്കും ചിലപ്പോൾ അത് കൂടുതൽ ആക്റ്റീവ് ആകുന്നത്. ഡയഗ്നോസിസ്. സർഫസ് അനാലിസിസ് എന്ന് പറയും. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, SBSAG. ആ എസ് എന്നുള്ളത് സർഫസ് ആണ്, സർഫസ് ആൻറ്റിജൻ. അതാണ് നോക്കുന്നത്. പിന്നെ ആൻറ്റി ഹെപ്പറ്റൈറ്റിസ് ബി, ആൻറ്റി ഹെപ്പറ്റൈറ്റിസ് സി ഇത് നോക്കാറുണ്ട്. ഇതാണ് എൻ്റെ ഡയഗ്നോസിസ്. ഉദ്ദേശിക്കുന്നത് ആൻറ്റിജനാണ്, ആൻറ്റിബോഡീസ്. 10:20 ആയിട്ടുണ്ട് ടൈം. തീർക്കാം തീരാൻ തോന്നുന്നില്ലല്ലോ. 10 മിനിറ്റ് തീർക്കാം. പിന്നെ ചർച്ചയ്ക്ക് ഇതൊക്കെ പറഞ്ഞു തീർക്കാം. പെട്ടെന്ന് തീർക്കാം. പിന്നെ അസാധാരണ മറ്റൊന്നാണ് ഹെപ്പറ്റൈറ്റിസ് ഡി. അതൊരു എൻ്റെ കോസറ്റീവ് ഫാക്ടർ ഒരു സാറ്റലൈറ്റ് വൈറസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ കാണുന്നത് ഹൈനസ് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അപ്പം അവിടുന്ന് ഏതെങ്കിലും സാഹചര്യത്തിലാണ് ഇത് പിടിപെടുന്നതാണെന്ന് തോന്നുന്നു. ഏതായാലും നമ്മുടെ ഈ എർത്ത് സർഫസിലൊന്നും ഇല്ലാത്തൊരു സാധനമാണ് ഡി. ഇപ്പം ഡി കൂടുതൽ അഗ്രസീവ്, അതുകൊണ്ട് തന്നെ അത് വളരെ റെയറുമാണ്. പിന്നെ മറ്റൊന്ന്, ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള ഒരാളിലാണ് ഇത് ബാധിക്കുന്നത്. ഇപ്പം ഹെപ്പറ്റൈറ്റിസ് ബി ഇല്ലാത്ത ഒരാളെ ഇത് ബാധിക്കുന്നില്ല. ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള സ്ഥലത്ത് മാത്രമേ ഇതിന് നിലനിൽപ്പുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെതിരായിട്ടുള്ള വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി ഇല്ലെങ്കിൽ പിന്നെ ഇതിന് നിലനിൽപ്പില്ലല്ലോ. അതുകൊണ്ടതായിരിക്കും അങ്ങനെ എടുക്കാനായിട്ടാണ് മെഡിക്കൽ ബുക്സിലെല്ലാം പറയുന്നത്. സാധാരണഗതിയിൽ അത് വളരെ അഗ്രസീവാണ്, ട്രീറ്റ്മെൻറ്റ് തന്നെ ഇല്ല എന്ന് തന്നെ വേണം പറയാം. അതിൻ്റെ സിംറ്റം ജോണ്ടിസ്, ഡാർക്ക് യൂറിൻ, പിന്നെ എക്സ്ട്രീം ഫറ്റീഗ്. അതിൻ്റെ ഡയഗ്നോസിസ്, അതിൻ്റെ കൺഫർമേറ്ററി ഡയഗ്നോസിസ് എന്ന് പറയുന്നത് RNA നോക്കുകയാണ്. RNA
ആന്റിബോഡി ഡി വൈറസ് നോക്കാം. അതിന്റെ കൺഫർമേറ്ററി ആണ് ഈ വൈറസിന്റെ DNA ടെസ്റ്റ്. കൂടുതൽ എക്സ്പെൻസീവ് ആണ്. അതിന്റെ പ്രിവെൻഷൻ ഞാൻ പറഞ്ഞല്ലോ, ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ ആണ് അതിന്റെ പ്രിവെൻഷൻ. ദെൻ ഡ്രഗ് ഹെപ്പറ്റൈറ്റിസ് നമുക്കറിയാം, ഹെപ്പറ്റോടോക്സിക് ആയിട്ടുള്ള ഡ്രഗ്സ്, കെമിക്കൽസ് ഇതെല്ലാം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ദെൻ വാസ്കുലർ ഡിസീസ് ഓഫ് ദി ലിവർ, അവിടെ ഈ പാസീവായിട്ടുള്ള കഞ്ചഷൻ ഉണ്ടാകാം, പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ. Then suppurative condition of the vessels. Then ഒരു വീനസ് ഡിസീസ് ഉണ്ട്, പ്രത്യേകിച്ച് വീനസ്. ലിവറിന്റെ വീനസ് സിസ്റ്റത്തെ മാത്രം ബാധിക്കുകയും അതിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷൻ. That is Budd-Chiari syndrome. Then other infections, that is pyogenic ആയിട്ടുള്ള infections, tuberculosis infection, syphilitic infection, amoebiasis and hepatitis cyst, ഇത്രയും ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകാം. Then tumors and cysts of the liver. Then പിന്നെ ഉള്ളത് ഗോൾ ബ്ലാഡർ. ഏതായാലും ഇന്നുകൊണ്ട് തീരെയല്ല, ഏതായാലും ഇത്രയും കൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താം. ഉള്ള സമയം കൊണ്ട് എന്തെങ്കിലും സംശയങ്ങളോ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ ചോദിക്കാം, പറയാം. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ഒരു സെക്കൻഡ് ആരും ഉണ്ട് പറയാണ്ട്. ക്ലാസ് എടുക്കണം. യെസ് സാർ, ഞാൻ തന്നെ ഒരു സംശയം ചോദിക്കട്ടെ? സാർ, ഈ ഫാറ്റി ലിവർ ഇപ്പൊ സാറ് പറഞ്ഞു നമുക്കിപ്പോ കോമൺ ആയിട്ട് സ്കാനുകളിലെല്ലാം ഫാറ്റി ലിവർ ഗ്രേഡ് 1, 2 ഒക്കെ എല്ലാവരിലും കാണുന്നുണ്ട്. അപ്പൊ അത് ഇപ്പൊ നമ്മൾ ഡോക്ടേഴ്സ് പറയും എക്സസൈസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കുറച്ചാൽ മതി, എക്സസൈസ് ചെയ്താൽ മതി എന്ന് പറയും. ശരിക്കും അത് തന്നെയാണോ വേണ്ടത്? അല്ലെങ്കിൽ ഒരു ഞാൻ മെഡിസിൻ കൊടുക്കാറുണ്ട്. എക്സസൈസ് ചെയ്യാൻ പറയും, മെഡിസിൻ കൊടുക്കാം, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി. പിന്നെ അഡീഷണൽ ആയിട്ട് നാട്രോംബോസോ സൾഫ് ഒക്കെ കൊടുക്കാറുണ്ട്. സാർ, അതിന്റെ പ്രോഗ്നോസിസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യാണ്ട് വിട്ടാൽ അത് സിറോസിസിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. തീർച്ചയായിട്ടും ഹെപ്പറ്റൈറ്റിസ് ഗ്രേഡ് 1, അത് 2, 3, അത് കഴിഞ്ഞാൽ പിന്നെ സിറോസിസ് ആണ്. ഓക്കെ, താങ്ക് യു സാർ. അപ്പൊ എബ്രാം വൈദ്യൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ഞാനപ്പോ അൺമ്യൂട്ട് ചെയ്യുവാണേ. ഡോക്ടറെ. ഹലോ സാറേ. ഹലോ. സാറേ, എനിക്ക് സംശയമുണ്ട് സാറ്. വളരെ പ്രധാനപ്പെട്ട ഒന്ന് വളരെ പെട്ടെന്ന് നിർത്തി കളഞ്ഞു. ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ലിവർ ഡിസീസ്, അതിനെപ്പറ്റി സാറ് കാര്യമായിട്ട് പറഞ്ഞില്ല. ഇപ്പോൾ നമ്മളെ ഹോമിയോപ്പതി കഴിവ് ഏറ്റവും കൂടുതൽ ആരോപിക്കുന്ന കരൾ രോഗ വിദഗ്ധന്മാർ ആരോപിക്കുന്നത് ഈ നമ്മളെ മെഡിസിനൊക്കെ ഡ്രഗ് ഹെപ്പറ്റൈറ്റിസ് ഇൻഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ടീച്ചർ എത്രമാത്രം ഏതൊക്കെ ടീച്ചർ അപകടകാരിയാണ് എന്നത് നമ്മളെ ഉപയോഗിക്കുന്ന ഈ ലിവർ ഡിസീസിന് ഉപയോഗിക്കുന്ന മെഡിസിൻ വരെ ലിവർ ദോഷമാണെന്ന് പറയുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണെന്ന് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. എന്റെ സമ്മാൻ സബ്സ്റ്റൻസ് ഒന്നുകൂടെ പറഞ്ഞാൽ കൊള്ളാം. സാറിന് ക്ലിയർ ആയില്ലേ? ഇല്ല. അതെന്താന്ന് വെച്ചാൽ സാർ, മറ്റേ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഹെപ്പറ്റൈറ്റിസ് വരുമ്പോഴത്തേക്കും നമ്മൾ കൊടുക്കുന്ന ടിഞ്ചേഴ്സ് ഉണ്ടല്ലോ, അത് എത്രത്തോളം ഈ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നുണ്ട്,
ഈ ഈ പറയുന്ന നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ ആയിട്ട് കൊടുക്കുന്ന ടിഞ്ചേഴ്സ് ഇതിന് ദൂഷ്യഫലം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇല്ല ഇല്ല ഇല്ല, നെവർ നെവർ. കാരണം അത് ഏതെങ്കിലും ഡ്രോപ്സ് അല്ലേ ഇല്ലെന്ന്. നമ്മുടെ സാധാരണ ഒരു ഹെൽത്തി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ടോക്സിൻസ് ഒക്കെ ന്യൂട്രലൈസ് ചെയ്യാം. ഹെപ്പാറ്റിക് ടോക്സിൻ ആണെങ്കിലും ശരി, മറ്റേതെങ്കിലും ടോക്സിൻ ആണെങ്കിലും ശരി, പോയിസൺ ആണെങ്കിലും ശരി, ഒരു പരിധിവരെ അതിനെ ന്യൂട്രലൈസ് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് പോകും. സാധാരണ ഇപ്പം ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ, ഐ മീൻ ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർ 1 ലാർജ് അല്ലെങ്കിൽ 2 ലാർജ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നു. വിത്ത് ഫുഡ് ആണെങ്കിൽ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. 100 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്നവരുണ്ട് ഒരു പ്രശ്നമില്ലാതെ. അത് അളവ് കൂടുമ്പോഴാണ് പ്രശ്നം. അത് പിന്നെ ശരിക്കും ഈതയിൽ ആൽക്കഹോൾ ആണല്ലോ അതിൻ്റെ ആൽക്കലോയിഡ്. ഈതയിൽ ആൽക്കഹോൾ അതാണ് നമ്മൾ ഏത് ബിസ്കി ആണെങ്കിലും ബ്രാൻഡി ആണെങ്കിലും ശരി, ചായ ഏതായാലും ശരി, അതിൻ്റെ ആൽക്കലോയിഡ് എന്ന് പറയുന്നതാണ്. അപ്പം അത് അളവിൽ കൂടുമ്പോഴാണ് ഹെപ്പറ്റോ ടോക്സിക് ആയിട്ട് മാറുന്നത്. സാർ പക്ഷേ കൊടുക്കുന്ന 5 തുള്ളി 10 തുള്ളി കൊടുത്താൽ അത് പ്രശ്നമാകുന്നില്ല. അത് മാത്രമല്ല, അത് യഥാർത്ഥത്തിൽ അത് ആദ്യം ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിന്റെ ആൽക്കഹോൾ പാർട്ട് ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്ത് മെറ്റബോളൈസ് ചെയ്ത് പോവുകയാണ്. ആ രീതിയിൽ ചെല്ലുന്നില്ല. സാർ പക്ഷേ സിറോസിസ് കേസ് ഇങ്ങനെ ഡയഗ്നോസ് ചെയ്ത ഒരു പേഷ്യന്റിനോട് ഇപ്പൊ ഡോക്ടേഴ്സ് പറയുന്ന ഒരു തുള്ളി പോലും ആൽക്കഹോൾ ചെല്ലരുത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതിൽ പല ഡിസീസും ഉണ്ടാകുന്ന ഡ്രങ്കാർഡ്സിനാണല്ലോ ഉണ്ടാകുന്നത്. ലിവർ ഡിസീസ് പലതും. അപ്പോൾ നമ്മളുടെ മെഡിസിൻ അപകടമല്ലേ ചോദിക്കുന്നത്? അവര് പറയുമ്പം ശരിയാണോ സംശയം? ഒരിക്കലും ഇല്ല. നമ്മൾ 5 തുള്ളി 10 തുള്ളി ഒരിക്കലും അത് ഹെപ്പറ്റോടോക്സിക് അല്ല. അതല്ല സാർ, അതും ആൽക്കഹോൾ ബേസ്ഡ് ആണല്ലോ. ഒരു തുള്ളി പോലും ചെല്ലരുതെന്ന് പറയുമ്പോ അതും അതുവരെ അവരൊരു തുള്ളി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ഒരു പെഗ്ഗാണ്. ഓക്കെ. ഉദ്ദേശിക്കുന്ന ഒരു പെഗ്ഗാണ്. ഒരു ചെറുത് കുടിച്ചോട്ടെ സാരം ചോദിക്കുമ്പോൾ പാടില്ല എന്നേ പറയുള്ളൂ. എബ്രമൈദി ഡോക്ടർ, അത് ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. ഇനി ആർക്കെങ്കിലും ഉണ്ടോ ക്വസ്റ്റ്യൻസ്, എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും? ജോളി മാഡത്തിനെ കാണുന്നുണ്ടല്ലോ. ജോളി മാഡം ഉണ്ടോ? ജോളി മാഡം ഉണ്ടോ? ധനേഷ് ഡോക്ടർ? വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത്. ഇതിന്റെ ഒരു 2ാം ഭാഗം പ്രതീക്ഷിക്കാമല്ലോ സാറേ? ഇതിന്റെ 2ാം ഭാഗം എന്ന് പറഞ്ഞാൽ സിറോസിസ് ലിവറാണ്. അതെ, നല്ല ഉദ്ദേശിക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച്. അത് നമുക്കൊരു ദിവസം വെക്കുകയും അതില് മുന്നോട്ട് എങ്ങനെ പോകാം എന്നൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ കിട്ടുകയും ചെയ്താൽ നന്നായിരിക്കും എല്ലാവരും. ധനേഷ് ഡോക്ടറെ ഒരു സെക്ഷൻ എടുക്കാൻ മാത്രമാണ് സിറോസിസ് മാത്രം ഒരു സെക്ഷനുള്ള കാര്യം. എന്തായാലും ഇന്നത്തെ ഈ സെഷനിൽ സാറ് വന്ന് ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിച്ചതിനും അത് കേട്ടിരിക്കാനും ഒക്കെ എല്ലാവർക്കും പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായിട്ട് സാർ എത്തണം. പ്രത്യേകിച്ചും ഇതിൻ്റെ 2ാം ഭാഗം എടുത്തു കഴിഞ്ഞിട്ട് ഉറപ്പിച്ചുകൊണ്ട് സാറിനും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും AMBHന്റെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ പുത്തൻ മോഡറേറ്ററായ ഡോക്ടർ അഞ്ജിതയ്ക്ക് പ്രത്യേകം ഒരു അഭിനന്ദനം കൂടി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു ഡോക്ടർ. എല്ലാവർക്കും നന്ദി. ശുഭനിദ്ര, സുഖനിദ്ര.